ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ മീൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് ആവോലി മീൻ കറിയും പിന്നെ അതുപോലെ സിലോപ്പിയ മീൻ കറിയുടെയൊക്കെ റെസിപ്പീസ് ഞങ്ങളിവിടെ കാനഡയിൽ വന്നതിന് ശേഷം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെയൊക്കെ മീനുകളൊക്കെ കിട്ടും. പക്ഷേ ഇത് ഇവിടെ ഈ സീസണിൽ കിട്ടുന്ന നല്ലൊരു മീനിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ സാൽമൺ മീനാണിത്, ഓറഞ്ച് ഫിഷ് എന്നാണ് പറയണത്. അപ്പോൾ ഓറഞ്ച് ഫിഷിൻ്റെ മീൻ കറിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ വറക്കാനും എടുത്തിട്ടുണ്ട്, ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറക്കുന്നതുമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ മീൻ ഇവിടെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളൊരു മീനാണിത്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു കഷ്ണമാണ് ഞങ്ങളിവിടെ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് ഇവിടെ കൂടുതലായിട്ട് കിട്ടുമെന്ന് പറയുമെങ്കിലും ഇതിന് ഒരുവിധം നല്ല വിലയുമുണ്ട്. നാട്ടിൽ ഒരു 2000-2500 രൂപയോളം വിലയുള്ളതാണ് ഇത്രയും നമ്മൾ വാങ്ങിയ ഈ കഷ്ണത്തിന്. അപ്പോൾ ഈ മീൻ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു മീൻ തന്നെയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ മാസങ്ങളിലാണ് ഇവിടെ സാധാരണയായി കിട്ടുന്നത്. അപ്പം നമ്മുടെ നാട്ടിലും ഇതിന് നമുക്ക് നാട്ടിലൊന്നും അങ്ങനെ സാധാരണയായിട്ട് കിട്ടാറില്ല. പിന്നെ സ്പെഷ്യലായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിന് നല്ല വിലയും കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ഓറഞ്ച് കളറാണ് ഈ മീൻ. പിന്നെ നമുക്കിത് ഇതിൻ്റെ വലിയൊരു പുറകുവശത്തൊരു നല്ല തൊലിയുണ്ട്. അപ്പോൾ അത് ഹോട്ടലുകളിലൊക്കെ ഇത് തൊലിയോടെ കൂടി തന്നെയാണ് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കണത്. അപ്പോൾ ഈ തൊലിയും കളയാൻ പാടില്ലെന്നാണ് പറയണത്. പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ തൊലിയൊക്കെ ഇത്രയും വലിയ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാറുള്ളത് കാരണം ഞാനത് നന്നായിട്ട് തൊലി മുഴുവനും ഇങ്ങനെ ഒലിച്ച് കളയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒലിക്കാൻ പ്രയാസമില്ല, പെട്ടെന്ന് പോരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് തൊലിയൊക്കെ ഒലിച്ച് കളഞ്ഞിട്ട് ആണ് നമ്മൾ കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അലുവ കഷ്ണങ്ങളുടെ പോലെയാണ് ഇരിക്കണത്. മുള്ളൊന്നുമില്ല ഈ മീൻ, നല്ല കഷ്ണമായിട്ട് കിട്ടണ നല്ല കഷ്ണങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് നമുക്ക് വറക്കാനും പിന്നെ കറി വയ്ക്കാനും മാറ്റി വയ്ക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു സവാളയും 2 തക്കാളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കറി വെക്കണ പോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പച്ചനെ തന്നെ വെക്കുകയല്ല ചെയ്യണത്. നമ്മൾ ആദ്യം സവാളയും തക്കാളിയും കൂടിയിട്ട് ആദ്യം കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കുടംപുളി ഇട്ടാണ് ഈ കറി വയ്ക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കണില്ല. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി ഒരു 2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ കപ്പിൽ 1 കപ്പ് തേങ്ങയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഫ്രീസറിലിരുന്ന കാരണം ഗ്രേറ്റഡ് കോക്കനട്ട് ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ടിട്ട് അതേ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അലുവ കഷ്ണങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്, ഇതിൽ മുള്ളൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഈ മീൻ. പിന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണ്. അപ്പോൾ നമ്മൾ അധികം കുറേ നേരം 10-20 അരമണിക്കൂർ നേരം ഒന്നും കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 10-12 മിനിറ്റ് മാത്രം ഇത് കുക്ക് ചെയ്താൽ മതിയാകും. പിന്നെ ഇത് ഉടയാതെ തന്നെ നമുക്ക് എടുക്കുകയും വേണം. നല്ല സോഫ്റ്റായതുകൊണ്ട് തന്നെ നന്നായിട്ട് കെയർ ചെയ്ത് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇവിടെ വഴന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് പിന്നെ അതിക്ക് മുമ്പ് തന്നെ ഞാൻ ആ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം, വലിയ പിടി 2 പിടിയോളം തേങ്ങ ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ചെറുതിയിലിട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം അറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഞാനൊരു 2 ഇടത്തരം കഷ്ണം കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയും കൂടി എടുക്കണം.
അപ്പോൾ ഈ മീൻ എങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വറക്കാനുള്ള കഷ്ണങ്ങളെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറക്കാനുള്ള കഷ്ണങ്ങളിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയമാകുമ്പോൾ മാത്രമാണ് വറുത്തെടുക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഉപ്പും മുളകൊക്കെ പുരട്ടി ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങയുടെയൊക്കെ കൂട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ആ പച്ചമുളകും ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇനി വേറൊരു മീൻ കറി വെക്കണ പാൻ എടുത്തിട്ട് മീൻ കറി വെക്കുന്ന പാൻ എടുത്തത് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഈ മിക്സിയിലടിച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റാം. പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് വഴന്ന് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. എന്നിട്ടത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ചും കൂടി വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്ന് കാരണം തന്നെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടുതൽ പുളിയൊന്നും ഇടരുത്. 2 കഷ്ണം പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർത്തേക്കണ ആരും തന്നെ അതിൻ്റെയും കൂടി പുളി ഉണ്ടാകും. പിന്നെ വിനാഗിരി വേണമെങ്കിൽ കുറച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അത് തിളച്ച് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. മീൻ അധികം വേവില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഗ്രേവിയുടെയൊക്കെ തിളയ്ക്കലൊന്ന് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 10-12 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ ഈ സാൽമൺ മീൻ ഇവിടെയൊക്കെ ഇത് സീസണിൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ എല്ലാവരും വാങ്ങും. അപ്പോൾ ഞങ്ങളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വാങ്ങി കറി വയ്ക്കണത്. അപ്പോൾ ഇത് കറി വെച്ചപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. 1 പ്രാവശ്യം കൂടി വാങ്ങിയതാണ്. പക്ഷേ ഇത് നല്ല വിലയുമാണ്. ഞാൻ പറഞ്ഞ 2500 രൂപയുടെയാണ് ആ കഷ്ണം വാങ്ങിച്ചത്. അപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഒരുവിധം കുറേ കഷ്ണങ്ങളുണ്ട്. മുള്ളൊന്നും ഇതിൽ പോകാനില്ല, വേസ്റ്റൊന്നുമില്ല. നമ്മളെ തൊലി മാത്രം പോകാനുള്ളതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വറുക്കാനും വെക്കാനൊക്കെ ഇഷ്ടംപോലെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മീൻ കഷ്ണങ്ങളോട് ഇട്ടിട്ട് പുളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരു 12 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ഇതിലേക്ക് മൂപ്പിച്ചിടണം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ സാൽമൺ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച് കറി വെച്ച് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല മീനാണ്. പിന്നെ ഇത് നമ്മൾ കൂടുതൽ കുക്ക് ചെയ്ത് ഇത് പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ഫ്രൈയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് കറികളിവിടെ റെഡിയാണ്. സാൽമൺ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ആവശ്യമാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റണ സമയങ്ങളിലൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. കമൻറ്റ്
ഇട്ടില്ലെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിടാം. ഇവിടെ വേപ്പില ഒന്നും കിട്ടാനില്ലാത്ത കാരണം കറിവേപ്പില ഒന്നും ഇടണില്ല. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഗ്രേവി വറ്റണം. അപ്പോൾ ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ രാത്രി ഡിന്നറിന് ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ അപ്പോ അതിൻ്റെയൊക്കെ കൂടെ കൂട്ടാനൊക്കെ അടിപൊളി കറിയാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചോറ് തിന്നാൻ തോന്നുന്നില്ലേ? അത്രയും നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ ഇതും ഒരു ഫിഷ് കറിയും ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് സൂപ്പറാക്കാം.